തിങ്കളാഴ്ച മുതൽ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഒരു വിഭാഗം ആശുപത്രി മാനേജ്മെന്റുകൾ സമ്മർദ്ദ തന്ത്രവുമായി രംഗത്തെത്തിയത്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ കീഴിൽ വരുന്ന വൻകിട ആശുപത്രികൾ ഭാഗികമായി പ്രവർത്തനം പരിമിതപ്പെടുത്താനാണ് തീരുമാനിച്ചത്. ആശുപത്രികളിൽ കിടത്തി ചികിത്സയും ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സർവീസസേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എമർജൻസി റൂം സർവീസസ് നടത്തും. OP ലിമിറ്റഡ് ആയിട്ട് നടത്താൻ പറ്റും. ബാക്കിയുള്ള ICUവും എല്ലാം മിക്ക പുതിയ പേഷ്യൻസിനെ എടുക്കാൻ പറ്റാതെ വരും. എന്നാൽ ആശുപത്രികൾ അടച്ചിടാനില്ലെന്നും നഴ്സുമാരുടെ സമരത്തെ നേരിടുമെന്നും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ കോൺഫെഡറേഷൻ അറിയിച്ചു. അതേസമയം ആശുപത്രികൾ അടച്ചിട്ടാൽ ശക്തമായി നേരിടുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. ഗവൺമെന്റിനോട് സമ്മർദ്ദതന്ത്രത്തിന് പുറപ്പെടുന്നത് ഒരിക്കലും ഗവൺമെന്റ് അംഗീകരിക്കില്ല. അതിനിടെ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കാനും പണിമുടക്കുമായി മുന്നോട്ടു പോകാനും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തീരുമാനിച്ചു. ഈ സമരം വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. 326 സ്വകാര്യ ആശുപത്രികളിലാണ് നഴ്സുമാരുടെ പണിമുടക്ക് ആരംഭിക്കുന്നത്. സമരം ആശുപത്രികളിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. അതിനു മുൻപ് സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമായേക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.